ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഒരു പ്രത്യേക ദിവസമായിരുന്നു. ഇന്നലെ ഏട്ടൻ്റെ പിറന്നാളായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കാൻ കേട്ടോ. എന്ത് വിശേഷം വന്നാലും നമ്മൾ ആദ്യം പോകുന്ന കവർ അമ്പലത്തിലാണ്. അപ്പോൾ ഞാനും ഏട്ടനും മോളും കൂടെ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോകാനിറങ്ങി. മോളെ ഞാൻ ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കാം മക്കളെ എന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യമേ പുറകിൽ കയറി അങ്ങിരുന്നു. പുറകിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ചാടിക്കയറിപ്പം നമ്മൾ കാറിലിപ്പോൾ എവിടെയെങ്കിലും പോകുന്നെങ്കിലും അവൾ പുറകെ സീറ്റിലേ ഇരിക്കത്തുള്ളൂ. പിന്നെ ചിലപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ടിൽ വന്ന് ഇരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കവർ അമ്പലത്തിലെത്തി. രാവിലെ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കും രണ്ട് മൂന്ന് അതിഥികളെ കണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മുന്നേ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഇടയ്ക്കെന്തോ വന്നതാണെന്ന് തോന്നുന്നു. പ്രാവുകൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്തേനൊരു മാടനടയുണ്ട്, അവിടെയും കയറി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അടുത്ത പോകുന്നത് പരുത്തി ക്ഷേത്രത്തിലാണ്. അവനാഞ്ചേരി അടുത്തുള്ള അവിടെ നമ്മൾ ഏത് പുതിയ വണ്ടി എടുത്താലും ശർക്കരയും വക്കത്തും ഒക്കെ പോയി ചാവിപ്പൂജ നടത്താറുണ്ട്. അപ്പം അതുപോലെ വരുന്നൊരമ്പലമാണ് നമ്മുടെ പരുത്തി. അപ്പോൾ അവിടെയും പോയി ചാവിപ്പൂജ ചെയ്തിട്ട് നമ്മൾ അടുത്ത് പോയത് ആറ്റിങ്ങിൽ ഒരമ്പലത്തിലാണ്. ഈ അമ്പലം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എനിക്ക് അങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ ചേട്ടൻ ഇതിന് മുന്നേയൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. കോയിക്കൽ കൊട്ടാരത്തിൻ്റെ മഹാവിഷ്ണു ക്ഷേത്രമാണ്. മഹാവിഷ്ണു മാത്രമല്ല, വേറെയും പ്രതിഷ്ഠകളുണ്ട്. അതെന്ന് പറഞ്ഞൊരു അത്ഭുതം കേട്ടോ. ഈ കൊട്ടാരം വകയായിട്ടുള്ള അമ്പലമാണ്. അപ്പം ഒരു അമ്പലത്തിനകത്ത് തൊഴുതിട്ട് ആ അമ്പലത്തിൻ്റെ അകത്തൂടെ തന്നെ വേറൊരു അമ്പലത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണ്. ഇത് അമ്പലത്തിൻ്റെ അവിടെയുള്ള അമ്പലത്തിനോട് കൊട്ടാരത്തിനായിട്ട് ബന്ധപ്പെട്ട ആനയാണ് കേട്ടോ. അതിന് മതപ്പാട് കാരണം അതിൻ്റെ അടുത്തോട്ട് അങ്ങനെ ആരെയും വിടുന്നില്ല. അതിനങ്ങനെ മാറ്റി കെട്ടിയിരിക്കണം എന്നവിടെ നിന്ന് ആൾ പറഞ്ഞായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിട്ട് മോള് സ്കൂളിൽ പോയി. ഇത് വൈകിട്ട് ഉള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ പിന്നെ വൈകിട്ട് ചെറിയൊരു ഔട്ടിങ്ങിന് പോയത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം ഹാർബറിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയതാണ്. ഹാർബറിനടുത്തുള്ള ഹോട്ടലിൽ, ഉസ്താദ് ഹോട്ടലിൽ. നമ്മളൊരു 6 മണിയായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ വെഞ്ഞാറമൂട്ടിലും പോത്തൻകോടും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അമ്പ് വിട്ടാൽ കിടക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. കുറേ നേരം അങ്ങനെ ബ്ലോക്കിൽ പെട്ടുപോയി. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 8-9 മണിയായി. നമ്മൾ മെയിനായിട്ട് പറഞ്ഞ ഫുഡ് കപ്പ, അപ്പം, പൊറോട്ട, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഗ്രേവി ഉണ്ടായിരുന്നു. ഫിഷ് കറിയാണ്. പിന്നെ അവിടെ മെയിൻ ഫിഷാണ് കേട്ടോ ഈ ഹോട്ടലിൽ. പിന്നെ നമ്മൾ നെത്തോലി ഫ്രൈയും നെമ്മീൻ ഫ്രൈയും പറഞ്ഞു. പിന്നെ ഞാൻ കൊഞ്ചും കൂടെ പറഞ്ഞായിരുന്നു കേട്ടോ, കൊഞ്ച് ഫ്രൈയും കൂടെ. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കട്ടൻ പറഞ്ഞു. മോൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഫ്രൂട്ടി മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുത്തു. നമ്മൾ കട്ടനും പറഞ്ഞു. മിൻറ്റ് ലീഫിട്ട കട്ടനായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. അത് നമുക്ക് നല്ല ഒരുപാട് പൈസയൊന്നും ആയില്ല കേട്ടോ, നല്ല വിലക്കുറവ് തന്നെയാണ് കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിഴിഞ്ഞ ഹാർബറിലോട്ട് പോയി കടലൊന്ന് കാണാനായിട്ട്. രാത്രി സമയത്തൊരു പ്രത്യേക ഭംഗിയാണ്, പകൽ സമയത്ത് വേറൊരു ഭംഗിയാണ്. പകൽ ഞാൻ പോയിട്ടില്ലെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഒരു 10:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ